ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിംഗപ്പൂരിലെ ഗാർഡൻസ് ബൈ ദ ബേയുടെ ഉള്ളിലുള്ള ഫ്ലവർ ഡോമിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതിനുള്ളിലുള്ള ജുറാസി പാർക്കും ക്ലൗഡ് ഫോറസ്റ്റും കണ്ടു കഴിഞ്ഞു. അപ്പോൾ കാണാത്തവരുണ്ട് ഒന്ന് കാണണേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിനകത്തുള്ള പൂക്കളുടെ വീഡിയോ ആണ് കേട്ടോ. നല്ല മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കണ്ടാലും മതി വരാത്ത അത്രയും പൂക്കളും ഇലകളും ഇലച്ചെടികളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് കേട്ടോ ഈ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള സൺലൈറ്റ് അതിന് കിട്ടുന്നുണ്ട്. ശരിക്കും ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ മഴയൊക്കെ മാറി വേനൽ വന്നതുപോലെയായിരുന്നേ. അപ്പോൾ അവിടെ നിൽക്കുന്ന പഞ്ഞിമരം ഒറിജിനലാണ് കേട്ടോ, നല്ല വണ്ണത്തിൽ നിൽക്കുന്ന പഞ്ഞിമരം. ഇവിടെ ലണ്ടനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു ബിൽഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പിലാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഭയങ്കര തിരക്കായിരുന്നു ആൾക്കാർ. ഒരുപാട് പേരുണ്ടായിരുന്നു ഞങ്ങൾ പോയിരുന്ന സമയത്ത്, നല്ല തിരക്കുമായിരുന്നേ. പിന്നെ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് കണ്ടതിലും വെച്ച് ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നി എനിക്ക് ഇതാണ് കേട്ടോ. ജിമിക്കി പോലെയുണ്ട്, ജിമിക്കിന്നോ അല്ലെങ്കിൽ ഒരു പാവക്കുട്ടി ഫ്രോക്ക് ഇട്ട് വെക്കുന്ന പോലെയോ അങ്ങനെയൊക്കെ തോന്നി കേട്ടോ. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബിൽഡിങ്ങിനുള്ളിലാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം മറന്നു തന്നെ പോകും. കാരണം അത്രയും മനോഹരമായൊരു പൂന്തോട്ടത്തിൽ പുറത്തെവിടെയാണെന്നുള്ള ഒരു ഫീലാണ് നമുക്ക് വരുന്നത് ഇവിടെ. കാര്യം ഇത്രയും വലിയ വണ്ണമുള്ള മരങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്കും തോന്നും ഇതേ ഒരു തോട്ടത്തിലാണെന്ന്. പക്ഷേ ഇതൊരു ഗ്ലാസ് ബിൽഡിങ്ങിനുള്ളിലാണ് സെറ്റ് വെച്ചിരിക്കുന്നത്. ഓർക്കുമ്പോൾ തന്നെ അത്ഭുതമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലവർ ഷോയ്ക്ക് കൊണ്ടുവരുന്ന പൂക്കളെല്ലാം കൂടി ചേർത്ത് ഇവിടെ നട്ട് വെച്ച് അതിനെ വളർത്തി പൂക്കളാക്കി എടുത്ത പോലെയാണ് കേട്ടോ. കാരണം ഇതെല്ലാം ഇവിടെ നട്ട് വെച്ചിരിക്കുകയാണ് മണ്ണിൽ. കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാം ഒന്നിച്ച് പൂക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് റോസ് ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഒരുപാട് വെറൈറ്റി കളേഴ്സിലുള്ള റോസാപ്പൂക്കളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാമേ. അപ്പോൾ നമ്മുടെ ഗാർഡൻ ബൈ ദ ബേയുടെ വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നാളെ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.